വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഗുഡ് മോർണിംഗ്. ഓക്കെ, സോറി, ഞാൻ എൻ്റെ ഓർഡർ തെറ്റിപ്പോയില്ലേ. ആദ്യം ഗുഡ് മോർണിംഗ് അല്ലേ. ഓക്കെ, ഇന്ന് ഗൈഡൻസ് മെസ്സേജ്, ഇന്നത്തെ റീഡിങ് 3 പൈൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, പിങ്ക്, ഇത് റോസ് കോട്ട്സ് തന്നെയാണ്. റോസ് കോട്ട്സിൻ്റെ പിരമിഡാണ്. ഓക്കെ, ആൻഡ് ഇവിടെ രണ്ടാമത്തത് റോസ് കോട്ട്സിൻ്റെ തന്നെ റോസാണ്. ആൻഡ് ഇത് മൂന്നാമത്തെ പൈൽ റോസ് കോട്ട്സിൻ്റെ ഏഞ്ചൽ. ഓക്കെ, സോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വരാൻ പോകുന്ന ബ്ലെസ്സിങ്സ്. ഓക്കെ, ഈ ഫെബ്രുവരി മന്തിൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള ബ്ലെസ്സിങ്സ് എന്താ നോക്കാം. യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്താ തരുന്നത് നോക്കാം. യൂണിവേഴ്സ്, ഏഞ്ചൽസ് നിങ്ങൾക്ക് എന്താണ് കരുതി വെച്ചിട്ടുള്ളത്, ദൈവം എന്താണ് കരുതി വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് വരാൻ പോകുന്ന 3 ബ്ലെസ്സിങ്. ഓക്കെ, സോറി, അല്ല, 3 പൈലുകാർക്ക് ഓരോരോ ബ്ലെസ്സിങ്. സോറി, ഞാൻ തെറ്റി പറഞ്ഞ ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്താ നോക്കാം. ഞാൻ ആദ്യം 3 എന്നാ വിചാരിച്ചു, പക്ഷേ ഇപ്പം നമ്മൾ 3 പൈൽ വെച്ച സ്ഥിതിക്ക് ഞാൻ ഓരോ പൈലിനും ഓരോ ബ്ലെസ്സിങ്. നിങ്ങൾക്ക് എന്താ വരുന്നത്, നിങ്ങൾക്ക് എന്ത് നല്ല കാര്യമാണ് വരാൻ പോകുന്നത് നോക്കാം നമുക്ക്. സോ പൈൽ നിങ്ങൾ ചൂസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് പൈലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും ഞാൻ. സെക്കൻഡ് ആൻഡ് തേർഡ്. ഓക്കെ, ഫസ്റ്റ് പൈൽ റോസ് കോട്ട്സ് പിരമിഡ് ചൂസ് ചെയ്ത ആൾക്കാർക്ക് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ബ്ലെസ്സിങ് എന്താണ്? എംപറർ. ഓക്കെ, മെയിനായിട്ട് ഫസ്റ്റ് തിങ് ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങൾക്ക് പ്രൊമോഷൻ എന്ന രീതിയിലാണ്. ഒന്ന്, നിങ്ങളുടെ ഒരു സ്ഥാനക്കയറ്റം എന്ന രീതിക്ക് പറയാം. നിങ്ങൾക്കൊരു ജോലിയിൽ എന്തെങ്കിലും പ്രൊമോഷൻസ് കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി തരുമെന്ന് പറയാം. ഏതെങ്കിലും ജോലി നിങ്ങളെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ ചെയ്യണം എന്ന രീതിക്കായിരിക്കാം. നിങ്ങൾ വളരെയധികം ആക്ച്വലി ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ നിങ്ങൾക്ക് മേ ബി ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് പ്രൊമോഷൻ, ഈവൻ ഫാമിലിയിൽ ആക്ച്വലി എംപറർ എന്ന് പറയുമ്പോൾ അച്ഛൻ എന്ന ലെവലിലേക്ക് നിങ്ങൾക്ക് എടുക്കാം. ആക്ച്വലി അച്ഛനല്ല, അതിനേക്കാളും മേലെയാണ്. ബട്ട് എന്നാലും ഓക്കെ, ഒരു സ്ഥാനക്കയറ്റം എന്ന രീതിക്ക് നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഏറ്റെടുത്ത് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കാം, അങ്ങനെയും പറയാം. നിങ്ങൾക്ക് ബ്ലെസ്സിങ് ആയിരിക്കും. അതായത് നിങ്ങളെ ഏൽപ്പിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ സാധിക്കും എന്ന് പറയാം. ഒരു വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻ ആയിട്ട് നോക്കാം. കിങ് ഓഫ് സെയിം തിങ്, ഞാൻ പറഞ്ഞ പോലെ ജോലി കരിയറിൻ്റെ കാര്യം തന്നെയാണ്. ഒരു പുതിയ തുടക്കം, നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റമാണിത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ ബിഗിനിങ് എന്ന രീതിക്ക് പറയാം. ചിലവർക്ക് ബിസിനസ് അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതായിരിക്കാം. ജോലിയിൽ സ്ഥാനക്കയറ്റമായിരിക്കും, പുതിയ ജോലി കിട്ടുന്നതായിരിക്കും. ആ ജോലി കിട്ടുന്നത് നിങ്ങൾക്ക് നല്ലൊരു പൊസിഷൻ ആയിരിക്കും. ഇതും നമ്മൾ കരിയർ ഓറിയൻറ്റഡ് എന്ന് പറയാം. ജെൻസും മാത്രമല്ല കേട്ടോ, ഇത് ലേഡീസ് ആയാലും നിങ്ങൾ എടുക്കാം. ഓക്കെ, ലേഡീസ് ആയാലും ലൈക്ക് നിങ്ങൾ ക്വീൻ ഓഫ് പെറ്റക്കിൾസ് അല്ലെങ്കിൽ ആ എനർജി നിങ്ങൾക്ക് എടുക്കാം. അതായത് കരിയറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊമോഷൻ, കരിയറിൻ്റെ കാര്യമാണ് ഇവിടെ മെയിനായിട്ട്. ഈ പൈൽ ചൂസ് ചെയ്ത ആൾക്കാർക്ക് നിങ്ങൾക്ക് കരിയറിൻ്റെ ആണ് എനിക്ക് ഫോക്കസ് കാണുന്നത്. നിങ്ങളൊരു പുതിയ ജേണിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട്, ജേണി എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ഒരു റെസ്പോൺസിബിലിറ്റി, ഞാൻ പറഞ്ഞു ഓൾറെഡി പ്രൊമോഷൻ കിട്ടുക അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കുക എന്ന രീതിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലൊരു പുതിയ ഒരു ജേണി ആയിരിക്കാം. മാരേജ് നടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ചിലപ്പോൾ അതിനെക്കുറിച്ചായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ അച്ഛനാവുക, പാരൻ്റ് ആവുക, സോറി അച്ഛൻ അല്ലെങ്കിൽ അമ്മ, പാരൻ്റ് ആവുക എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കാം. സോ അങ്ങനെ ഒരു സ്ഥാനത്തിൻ്റെ ഒരു ചേഞ്ചാണ് എനിക്കിവിടെ മെയിനായിട്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ നിങ്ങളൊരു ഒരു പുതിയ റിസ്ക് എടുത്ത് ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം, അങ്ങനെയും പറയാം. ഓക്കെ, മെസ്സേജ് ഇൻ എ ബോട്ടിൽ ടു ദ സീ, ബ്രീത്ത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളോട് റിലാക്സ് ചെയ്യാൻ പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, സ്ട്രെസ് ആവേണ്ട. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള പേടികൾ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ബട്ട് നിങ്ങൾ റിലാക്സ് ചെയ്യുക, നിങ്ങൾക്ക് സാധിക്കും എന്തായാലും. ആൻഡ് ഇവിടെ മെസ്സേജ് ഇൻ ബോട്ടിൽ പറയുന്നുണ്ട്, ചിലപ്പോൾ ഈ മെസ്സേജ് ആയിരിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ലൈക്ക് എന്തെങ്കിലും പ്രൊമോഷൻ കിട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൻ്റെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് വരുന്നതായിട്ട്, ഈവൻ അല്ലെങ്കിൽ മാരേജ് ഫിക്സ് ആയി, വോട്ടെവർ മാരേജ് ഫിക്സ് ചെയ്യുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്കൊരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിപ്പോൾ മാരേജിലാകുമ്പോൾ നിങ്ങൾ ഇൻവോൾവ് ആണ്. ബട്ട് നിങ്ങൾ അറിയും ലൈക്ക് അങ്ങനത്തെ ഒരു ന്യൂസ് നിങ്ങൾക്ക് വരുന്നതായിട്ട്. ആൻഡ് ഇവിടെ ടു ദ സീ ഉണ്ട്, ഫൂളും ഉണ്ട്. ഇതൊരു ജേർണിയുടെ കാര്യം പറയാം. ഓക്കെ, ജേർണി എന്ന് പറഞ്ഞാൽ ഒന്ന് ചിലപ്പോൾ സ്ഥലം മാറ്റമായിരിക്കാം. ഓക്കെ, മേ ബി നിങ്ങളിതിന് വേണ്ടി ജോലിക്ക് വേണ്ടി ചിലപ്പോൾ സ്ഥലം മാറുന്നുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും യാത്ര പോകുന്ന കാര്യമായിരിക്കാം. അബ്രോഡ് പോകുന്നൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ കാര്യങ്ങളായിരിക്കും. ഓക്കെ, മേ ബി നിങ്ങളുടെ പാരൻറ്റ് അപ്രൂവൽ തരും എന്ന രീതിക്കും ആവാം, അങ്ങനെയും പറയാം. ഓക്കെ, പാരൻസ് സമ്മതിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പാരൻസ് സമ്മതിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. എനിക്ക് ജസ്റ്റ് തോന്നിയപ്പോൾ അതും പറയുന്നു. ഓക്കെ, അഗൈൻ യാത്രയുടെ കാര്യം, ഈ 2 കാർഡും നമുക്ക് യാത്ര എന്നെടുക്കാം. സോ ഒന്ന് ലിറ്ററൽ ജേണിയാണ്, ശരിക്കും നിങ്ങളൊരു യാത്ര പോകുന്ന കാര്യമാണ്. ഇതും ലൈഫ് ജേണി എന്ന് പറയാം, ഇതും ലൈഫിൻ്റെ ജേണിയാണ്. സോ എന്തോ ഒരു കാര്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടും അതിൽ നിങ്ങൾക്കത് പക്ഷെ നല്ലതിനാണ് എന്നുള്ളതാണ്. ഓക്കെ, അത് നല്ലൊരു കാര്യമാണ് നടക്കാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, സോ അതാണ് പൈൽ 1. ഓക്കെ, ഞാൻ പൈൽ 2ലേക്ക് പോകാൻ വേണ്ടി പൈൽ 2 റോസ് ചൂസ് ചെയ്ത ആൾക്കാർക്ക്, റോസ് കോട്ട്സിൻ്റെ റോസ് ചൂസ് ചെയ്ത ആൾക്കാർക്ക് പൈൽ 2 എന്താണ് നിങ്ങൾക്ക് വരുന്നത്? നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ് ഇഫ് ഫെബ്രുവരി മന്തിൽ
നിങ്ങൾക്ക് എന്ത് ബ്ലെസ്സിങ് ആവായിരുന്നു നോക്കാം. എക്സൈറ്റ്മെന്റ് കാണുന്നുണ്ട്. എന്തോ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് തോന്നുന്നു നിങ്ങൾക്ക്. വിഷ്, യെസ്, എക്സൈറ്റ്മെന്റ് പറഞ്ഞാൽ തെറ്റില്ല അല്ലേ? ഓക്കെ. കുറച്ച് പേർക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഐ തിങ്ക് നിങ്ങളുടെ ഒരു ആഗ്രഹം നടക്കാൻ പോകുന്നു എന്നാണ്. നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ച ഒരു കാര്യം സക്സസ് ആവുന്നു, ഓക്കെ, അത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് ആദ്യം തന്നെ പറയുന്നത്. അത് ചിലപ്പോൾ കുറച്ച് പേർക്ക് എന്തെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു കാര്യം, അത് ഓഫർ ആയിരിക്കാം, ഓഫർ ഓഫ് ജോബ്, ഓഫർ ഓഫ് ലവ്, എന്തും ആവാം. ഓക്കെ, കുറച്ച് കാർഡ്സ് കൂടി എടുത്തേക്കാം. സെയിം തിങ്. ഓക്കെ, ഇവിടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യം. മാരേജ്. ഓ മൈ ഗോഡ്. ഓക്കെ, വാവ്. മാരേജ് സിറ്റുവേഷൻ ആണിത്. സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാർക്ക് നിങ്ങൾക്ക് മാരേജിൻ്റെ കാര്യങ്ങളാണ് കാണുന്നത്, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് എന്ന രീതിക്ക് പറയാം. ഓക്കെ, നിങ്ങൾ മാരേജ് ആവാൻ വളരെ ലൈക്ക് ഹൈ പോസിബിലിറ്റി ആണ്. നിങ്ങൾ പറ്റുന്നവർക്ക് സിംഗിൾസ് ആണ്, നിങ്ങൾ മാരേജബിൾ, നിങ്ങളുടെ വയസ്സും പ്രായം നോക്കണ്ട, നിങ്ങൾ സിംഗിൾ ആണ്, നിങ്ങൾക്ക് മാരേജിന് പോസിബിലിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മാരേജ് കാര്യങ്ങൾ മുന്നോട്ട് നടക്കും. ഓക്കെ, ഇവിടെ അത് തന്നെയാണ് വിഷ്. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു വ്യക്തി വരും, ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഓൾറെഡി ഉള്ള വ്യക്തി ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ കുറച്ച് നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമെന്ന് പറയാം, കമ്മിറ്റ്മെൻറ്റ് ലെവലിലേക്ക് പോകും. അല്ല എന്നുണ്ടെങ്കിൽ പുതിയൊരു വ്യക്തി വന്നാലും ശരി, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, നിങ്ങളെ കെയർ ചെയ്യുന്ന ഒരു വ്യക്തി, മാരേജ് വരെ തീർച്ചയായിട്ടും എത്തുന്ന ഒരു റിലേഷൻഷിപ്പാണ് എനിക്ക് കാണുന്നത്. അമ്മ ആവുക, പാരൻ്റ് ആവുക, ഓൾറെഡി മാരീഡ് ആൾക്കാരാണെങ്കിലും നിങ്ങൾക്കും ഇവിടെ പ്രഗ്നൻസി അങ്ങനത്തെ കാര്യങ്ങളും പറയാം. കാരണം എംപ്രസ് നമ്മൾ അങ്ങനെ എടുക്കാറുണ്ട്. സോ പ്രഗ്നൻസിയുടെ കാര്യങ്ങൾ, ഫാമിലി, നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ, അല്ല മാരേജ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി മാരേജ് വരാനുള്ള സാധ്യതയാണ്. ഓക്കെ, ഇവിടെ എനിക്ക് ലവ് റിലേഷൻഷിപ്പാണ് സെക്കൻഡ് പൈൽക്കാർക്ക്. ഓക്കെ, നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് എന്ന രീതിയിൽ നിങ്ങൾക്ക് നല്ല ഒരു ഫ്യൂച്ചറാണ് എനിക്ക് കാണുന്നത്. ഇപ്പോൾ ഫോർ ഫെബ്രുവരി എനിക്ക് കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ സ്നേഹം, റിലേഷൻഷിപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചതാണ് നടക്കാൻ പോകുന്നത്. നിങ്ങളുടെ ആഗ്രഹം പോലെ എല്ലാം നടക്കും. പാരൻസിൻ്റെ അപ്രൂവലൊക്കെ കിട്ടി നിങ്ങൾ മാരേജിന് തയ്യാറാവുന്ന കാര്യമായിരിക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഓഫർ നിങ്ങൾക്ക് വരുമെന്ന് പറയാം. എല്ലാ തരത്തിലും ഓക്കെ, നിങ്ങളുടെ വിഷ് ഫുൾഫിൽ ആവാൻ പോവാണ്. ക്ലെയിം ചെയ്യൂ കേട്ടോ. ആക്ച്വലി യെസ്, ഫെബ്രുവരി ആണ്, സോ വാലന്റൈൻസ് ഡേയും ആണ്. സോ വളരെ പോസിറ്റീവായിട്ട് ക്ലെയിം ചെയ്യാം നിങ്ങളത്. നോക്കാം, ഒബ്സർവർ വന്നിട്ടുണ്ട് ആൻഡ് ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ്. നിങ്ങൾ ഐ തിങ്ക് വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട്. സെറൻഡിപ്പിറ്റി. ഓക്കെ, ഡിവൈൻ ടൈം ആയി നിങ്ങളുടെ കാര്യങ്ങൾ നടക്കാൻ. അതുകൊണ്ടാണ് ഇവിടെ ഡിവൈൻ ടൈം ഉണ്ട്, സെറൻഡിപ്പിറ്റി ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഡിവൈൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന രീതിക്ക് പറയാം. ഇപ്പോൾ ഐ തിങ്ക് ഡിവൈൻ ടൈം ആയി. നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ടായിരുന്നു ഈ സിറ്റുവേഷന് വേണ്ടിയിട്ട്, പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി. ആൻഡ് നിങ്ങൾ വിഷ് വെച്ചിരുന്നു. ഓക്കെ, നിങ്ങൾ ആഗ്രഹം വെച്ചിരുന്നു, നിങ്ങൾ മേ ബി മാനിഫെസ്റ്റേഷൻ ചെയ്ത് കാണാം. ആൻഡ് നിങ്ങൾ വെയിറ്റ് ആൻഡ് വാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ കുറേ ആയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും, കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നിട്ടുണ്ടാവും. ബട്ട് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാം, നിങ്ങൾ ആ വെയിറ്റ് ചെയ്തതിനെല്ലാം ഒരു റിസൾട്ട്, നിങ്ങൾക്ക് സന്തോഷം വരുന്നു എന്ന രീതിക്കാണ് എനിക്ക് കിട്ടുന്നത്. തിളങ്ങുന്ന എല്ലാ സന്തോഷങ്ങളും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു എന്ന രീതിയിലാണ് ഇവിടെ. ഇത് പോസിറ്റീവായിട്ട് എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് നല്ലത് വരുന്നു എന്ന രീതിയിലാണ്. ഓക്കെ, റിലേഷൻഷിപ്പ് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ വരുന്നു. ഓക്കെ, നിങ്ങൾക്ക് പേഴ്സൺ അകൽച്ചയിലോ അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ തേർഡ് പൈലിലേക്ക് പോകാം നമുക്ക്. പിങ്ക് റോസ് കോഡ്സ് ഏഞ്ചൽ ചൂസ് ചെയ്ത ആൾക്കാർക്ക് എന്താ വരുന്നത് നോക്കാം. നിങ്ങൾക്കുള്ള ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് എന്താണ് ബ്ലെസ്സിങ് ആയിട്ട് വരാൻ പോകുന്നത്, എന്താണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്, യൂണിവേഴ്സ് എന്താ പറയുന്നത് നോക്കാം. ഫെബ്രുവരിയിൽ 4 of Wands. ഓക്കെ, ഇവിടെ കുറച്ച് നെഗറ്റീവാണ്. അതെങ്ങനെയാ ബ്ലെസ്സിങ് എന്ന രീതിയിൽ പറയാം. വാവ്, ഓക്കെ, ഗുഡ്. ഓക്കെ, ഇപ്പം എനിക്ക് മനസ്സിലായി. ഓക്കെ, ഞാനിത് ആലോചിക്കുകയായിരുന്നു, ഇത് എന്തുകൊണ്ടാണ് പോസിറ്റീവ്, ബ്ലെസ്സിങ് ആയിട്ട് എന്തുകൊണ്ടാണ് വരുന്നതെന്നാൽ, ബിക്കോസ് ഇവിടെ വന്നത് ഒരു നെഗറ്റീവ് കാര്യമാണ്. അതായത് നിങ്ങൾക്കൊരു സെപ്പറേഷൻ എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ചിലവർക്ക്, കുറച്ച് പേർക്ക് നിങ്ങൾ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിരിക്കാം. ഓക്കെ, റിലേഷൻഷിപ്പ് എൻഡാവുന്ന കാര്യമായിരിക്കാം, ഡൈവേഴ്സ് ആയിരിക്കാം. ഓക്കെ, മാരേജ് ഡൈവേഴ്സ് എന്ന രീതിയിലായിരിക്കാം. ആ കാര്യങ്ങൾ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കും എന്ന രീതിക്കാണ്. ഓക്കെ, അപ്പോൾ അതെന്തുകൊണ്ടാണ് പക്ഷെ അത് എന്തുകൊണ്ടാണ് അതിനെ പോസിറ്റീവിലേക്ക് വന്ന് എന്നാണ് ഞാൻ നോക്കിയത്. എനിക്ക് കാണുന്നത് നിങ്ങൾക്ക് സെപ്പറേഷൻ കാണുന്നുണ്ട്, ബ്രേക്കപ്പ് കാണുന്നുണ്ട്. ഓക്കെ, ഓക്കെ, 2 തരത്തിൽ പറയാൻ തോന്നുന്നു എനിക്കിവിടെ. ഒന്ന്, നിങ്ങൾ വെയിറ്റ് ചെയ്ത് അതായത് ഏതെങ്കിലും ടോക്സിക് സിറ്റുവേഷനിൽ നിങ്ങളായിരുന്നെങ്കിൽ,
നിങ്ങൾക്ക് നല്ലതല്ലാത്തൊരു റിലേഷൻഷിപ്പിൽ നിങ്ങളായിരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് ബ്രേക്കപ്പ് ആയിട്ട് പോവാണ്. പക്ഷെ അത് നിങ്ങൾക്ക് നല്ലതാണ്, അത് മനസ്സിലാക്കുക. കാരണം ഇവിടെ സ്റ്റാർ കാർഡും ഉണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റാർ കാർഡ് എന്ന് പറയുമ്പോൾ ഇത് ആക്ച്വലി നല്ല കാർഡാണ്. ഓക്കെ, ഫോർ ഓഫ് വാൻസ് പറയുമ്പോൾ അത് മാരേജാണ്, സെലിബ്രേഷനാണ്, ഹാപ്പിനെസ് ആണ്. ഓക്കെ, സന്തോഷമാണ്, സ്റ്റെബിലിറ്റിയാണ്, നിങ്ങളുടെ ലൈഫിൽ ഹാർമണിയാണ്, പീസാണ്, എല്ലാം പോസിറ്റീവ്, വാട്ട് എവർ പോസിറ്റീവ് നമുക്ക് പറയാൻ പറ്റുന്ന എല്ലാം പോസിറ്റീവാണ്. പക്ഷേ അതിൻ്റെ ഒപ്പം ക്ലാരിഫിക്കേഷൻ വന്നത് ഹാർട്ട് ബ്രേക്ക്, സെപ്പറേഷൻ, ഡബിൾ കാർഡാണ്. സോ ടോക്സിക് സിറ്റുവേഷനിൽ നിങ്ങളായിരുന്നെങ്കിൽ, അതിപ്പോൾ ഈവൻ ബിസിനസ്, പാർട്ട്ണർഷിപ്പ്, അങ്ങനത്തെ കാര്യങ്ങൾ, ജോലി നിങ്ങൾക്ക് നല്ലതല്ലാത്തൊരു സ്ഥലത്തുള്ള ജോലി, ടോക്സിക് ആയിട്ടുള്ള ഫാമിലി, ടോക്സിക് ആയിട്ടുള്ള പാർട്ട്ണർ, എന്ത് തന്നെ ആയിക്കോട്ടെ, മാരേജ്, എന്ത് കാര്യമായാലും ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരികയാണ്. ഓക്കെ, അതിൽ നിന്ന് പുറത്ത് വന്നാൽ നിങ്ങൾക്ക് സന്തോഷം വരുമെന്ന് പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ ഓക്കെ ഹോപ്പ് ഉണ്ട്. എനിവേ അല്ല, ഇപ്പോൾ നിങ്ങൾ സപ്പോസ് വല്ല സെപ്പറേഷൻ, ബ്രേക്കപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുമോ ആരോടെങ്കിലും. ഓക്കെ, അങ്ങനെ ഒരു റീയൂണിയനും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അതിപ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു വ്യക്തി, ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു വ്യക്തി ആരെങ്കിലും നിങ്ങളുടെ ലൈഫിലുണ്ടായിരുന്നു, നിങ്ങൾ സെപ്പറേഷനോ ബ്രേക്കപ്പോ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലവർക്ക് തിരിച്ച് നിങ്ങൾക്കൊരു റീയൂണിയനും പ്രതീക്ഷിക്കാം. 2 തരത്തിലാണ് ഇത് കാർഡ് വന്നിട്ടുള്ളത് ഇവിടെ. എനിക്ക് രണ്ടും സിറ്റുവേഷൻ ഫേസ് തോന്നുന്നുണ്ട്. ഒന്ന്, നിങ്ങൾ ടോക്സിക് ആയ ഏതെങ്കിലും സിറ്റുവേഷൻ ആണെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകും. ബട്ട് അങ്ങനെ അത് വിട്ടു പോകുമ്പോൾ നിങ്ങൾക്ക് നല്ല ഇനായിരിക്കും. കുറച്ച് പേർക്ക് ഞാൻ പറഞ്ഞ പോലെ സെപ്പറേഷൻ ആയിട്ട് നിൽക്കുന്നത് എന്തെങ്കിലും നെഗറ്റീവ് കാരണങ്ങൾ കൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് നിന്നു, അങ്ങനെ റിലേഷൻഷിപ്പ് ആയാലും ഈവൻ ജോലി, അങ്ങനത്തെ ഏതെങ്കിലും എന്ത് സിറ്റുവേഷനിലായാലും ഓക്കെ, അതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഹാപ്പിനെസ് വരാനുള്ള സാധ്യതയാണ്. റിലേഷൻഷിപ്പ് ആവണമെന്നില്ല, ജോലി സ്ഥലത്തായാലും എന്തെങ്കിലും നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ ആ നെഗറ്റിവിറ്റി മാറി നിങ്ങൾ പോസിറ്റീവിലേക്ക് വരും എന്ന് പറയാം. കാരണം അവിടെ സ്റ്റാർ കാർഡും ഉണ്ട്, പ്രതീക്ഷ, പോസിറ്റീവ്നെസ്, ഹോപ്പ് എന്ന രീതിയിൽ പറയാം. ഓക്കെ, അപ്പോൾ സിറ്റുവേഷൻ ബെറ്റർ ആയിട്ട് വരും എന്ന് ചിലവർക്ക് എടുക്കാം. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ഡൈവേഴ്സ് അങ്ങനത്തെ കാര്യങ്ങൾ സ്പെഷ്യലി എനിക്ക് ഫീൽ ചെയ്തത്. ഓക്കെ, നല്ല ടോക്സിക് ആയിട്ടുള്ള വളരെ നിങ്ങൾ വിഷമം അനുഭവിക്കുന്ന എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അടുത്ത് വിട്ടുപോകും. ഓക്കെ, സോ ആ 2 തരത്തിലും നമുക്ക് ഈ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ഒറ്റ കാർഡ് ഞാൻ ക്ലാരിഫിക്കേഷൻ എന്തെങ്കിലും ഒന്ന് എനിക്ക് പറയാം. കൂടുതലും ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ്, നിങ്ങളുടെ ലൈഫിൽ നിന്ന് ചിലത് എൻഡായി പോകാനുള്ള സാധ്യതയാണ്. കൂടുതലും അതാണ്. ഓക്കെ, നിങ്ങൾ എന്തിലാണോ സ്റ്റക്കായി നിന്നത് അത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് എൻഡായി പോകും. നിങ്ങൾ ഫ്രീ ആവും എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ വളരെയധികം ഫ്രീ ആവുന്ന ഒരു ലക്ഷണമാണ്. നിങ്ങളുടെ ലൈഫിൽ നിന്ന് ടോക്സിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എൻഡായി പോകും. അത് നല്ലതാണ്, മനസ്സിലാക്കുക. ഓക്കെ, അത് വിട്ടുപോയാൽ അത് പൊക്കോട്ടെ. ഓക്കെ, വിട്ട് കളഞ്ഞേക്കുക. കാരണം നിങ്ങളുടെ ലൈഫ് ബെറ്ററാണ് ആവാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെയുള്ളതാണെങ്കിൽ മെയിൻലി എനിക്കിവിടെ അതേ പറയാൻ കിട്ടുന്നുള്ളൂ. ഓക്കെ, സെക്കൻഡ് സിറ്റുവേഷൻ ആവാം ചിലവർക്ക്, കുറച്ച് പേർക്ക് ചിലപ്പോൾ ഞാൻ പറഞ്ഞ സെക്കൻഡ് സിറ്റുവേഷനും ആവാം. ഓക്കെ, ലെറ്റ്സ് സീ അഡ്വൈസ് കാർഡ്സ് എന്താ പറയുന്നത് നോക്കാം. ബൈ ദ ബുക്ക്. എക്സാക്ട്ലി, വാവ്, ഞാൻ പറഞ്ഞ ഫസ്റ്റ് സിറ്റുവേഷൻ തന്നെയാണ്. നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒരു ടോക്സിക് സിറ്റുവേഷൻ എൻഡായി പോവാണ്, ലീഗലി എൻഡായി പോവാണ്. അത് ഞാൻ പറഞ്ഞ പോലെ ഡൈവേഴ്സ് കാര്യങ്ങൾ, സെപ്പറേഷൻ, നിങ്ങൾ ജോലി സ്ഥലത്താണെങ്കിലും ശരി, നിങ്ങൾ ടോക്സിക് ആയിട്ട് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ വിട്ടുമാറി നിങ്ങൾ പോകും. ഓക്കെ, നിങ്ങൾ വിട്ട് കളയും. ഓക്കെ, പ്രോപ്പറായിട്ട് ലൈക്ക് ജോലി വിട്ട് നിങ്ങൾ പോവുക, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക, നോ പ്രോബ്ലം. ഓക്കെ, ബൈ ബൈ പറയുക. കാരണം നിങ്ങൾക്ക് വേറെ വെയിറ്റ് ചെയ്യുന്നത് ഹാപ്പിനെസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹാപ്പിനെസ്, സ്റ്റെബിലിറ്റി എല്ലാം നിങ്ങൾക്ക് വരും. പക്ഷെ അതിന് നിങ്ങളൊന്ന് ഒറ്റപ്പെട്ട പോലെ നിങ്ങൾക്ക് തോന്നാം. ഓക്കെ, നിങ്ങൾക്ക് തോന്നാൻ ഇത് ബൈ ദ ബുക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ റൂൾ പ്രകാരം എന്നാണ്. ഓക്കെ, റൂൾ പ്രകാരം കാര്യങ്ങൾ നടക്കുമെന്നാണ്. അപ്പോൾ ഇത് കൂടുതലും എനിക്ക് ഡൈവേഴ്സിൻ്റെ കാര്യം ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ടോക്സിക് റിലേഷൻഷിപ്സ് ഒക്കെ ആണെങ്കിൽ അത് എൻഡായി പോകും. നിങ്ങൾ മാരീഡ് ആണെങ്കിൽ സെപ്പറേറ്റ് ആവാനുള്ള സാധ്യതയാണ്. അല്ലാത്തവർക്കായാലും നിങ്ങൾ ടോക്സിക് റിലേഷൻഷിപ്പിലാണെങ്കിൽ അത് പ്രോപ്പറായിട്ട് എൻഡായിട്ട് പോകും. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾ കുറച്ച് കാലം ഒന്ന് തനിച്ചായേക്കാം. ഓക്കെ, ഒറ്റപ്പെട്ട പോലെ തോന്നാം. പക്ഷെ ഒരിക്കലും നിങ്ങൾ വിഷമിക്കരുത്. കാരണം യൂണിവേഴ്സ് നിങ്ങൾക്ക് അത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ സെക്കൻഡ് പൈൽ, തേർഡ് പൈൽ ലേശം കൺഫ്യൂസിങ് ആയിരുന്നു. പക്ഷേ ഐ തിങ്ക് ഞാനിത് ഇങ്ങനെ കിട്ടിയപ്പോൾ ഞാനും ഒന്ന് കൺഫ്യൂസ് ആയിപ്പോയി. എനിവേ, എല്ലാം നല്ല ഇന, എന്ത് നടന്നാലും നമുക്ക് നല്ല ഇനാണ്. പക്ഷേ അത് ഞാൻ പറയാറില്ലേ, നെഗറ്റീവ് നടക്കുമ്പോഴും അതെന്തെങ്കിലും നല്ല ഇനായിരിക്കും. അങ്ങനെ യൂണിവേഴ്സിൽ ട്രസ്റ്റ് വയ്ക്കുക. നിങ്ങൾക്ക് ഹാപ്പിനെസ് വരുന്നുണ്ട് എന്തായാലും. ഓക്കെ, സോ സ്റ്റെബിലിറ്റി നിങ്ങളുടെ ലൈഫിൽ വരും. നമ്മൾ നല്ലതല്ലാത്തൊന്ന് പോയി കഴിഞ്ഞാൽ തന്നെ നമ്മൾ വളരെ ഹാപ്പി ആവും അല്ലേ? അങ്ങനെയാണ് ഉണ്ടാവാറ്. സോ എല്ലാം നല്ല ഇനാവട്ടെ. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.